മോട്ടിവേഷണൽ സ്പീക്കറും കർഷകനുമായ ഷിജു ഗൾഫിൽ ജോലിയുണ്ടായിരുന്ന സമയത്താണ് ആദ്യ വിവാഹം നടക്കുന്നത്. എന്നാൽ വിവാഹ ചടങ്ങ് കഴിഞ്ഞ ഉടനെ പെണ്ണ് കാമുകന്റെ കൂടെ ഒളിച്ചോടിപ്പോയി. വിസ ആവശ്യങ്ങൾക്കായി വിവാഹം നേരത്തെ രജിസ്റ്റർ ചെയ്തതിനാൽ നിയമപരമായി വിവാഹമോചനം നേടാൻ ഷിജുവിന് കുറെ കാലം അലയേണ്ടി വന്നു. ആദ്യ വിവാഹത്തിന്റെ സങ്കടത്തിൽ താടി പോലും വടിക്കാതെ സങ്കടപ്പെട്ടിരുന്ന ഷിജുവിനെ സഹോദരനും അമ്മയും നിർബന്ധിച്ചാണ് രണ്ടാമതൊരു വിവാഹത്തിന് സമ്മതിപ്പിക്കുന്നത്. പല ആലോചനകളും മുടങ്ങിയ ശേഷം പോലീസ് ഉദ്യോഗസ്ഥയായ സജിതയെ ഷിജു പരിചയപ്പെടുന്നു. സജിതയുടെ ആദ്യ വിവാഹവും തകർന്നു പോയിരുന്നു. പരസ്പരം ഇഷ്ടപ്പെട്ട ഇവർ ലളിതമായ രീതിയിൽ വിവാഹിതരായി. വിവാഹേശം തങ്ങൾക്ക് ഉടനെ ഒരു കുട്ടി വേണമെന്ന് ആഗ്രഹിച്ചിരുന്നു അവർ. എന്നാൽ കാലം കടന്നുപോയിട്ടും സജിത ഗർഭിണിയായില്ല. എവിടെ പോയാലും നാട്ടുകാരും ബന്ധുക്കളും വിശേഷമൊന്നും ആയില്ല എന്ന് ചോദിക്കുന്നത് അവർക്ക് വലിയ മാനസിക വിഷമമുണ്ടാക്കി. ഒടുവിൽ ഡോക്ടറെ കണ്ടപ്പോൾ സജിതയ്ക്ക് PCOD സംബന്ധമായ പ്രശ്നങ്ങളുണ്ടെന്ന് കണ്ടെത്തുന്നു. കുട്ടികൾക്കായി വലിയ തുക ചിലവഴിച്ച് അവർ കുത്തിവയ്പ്പുകളും മരുന്നുകളും എടുത്തു. ഇതിനിടയിൽ സജിത ഗർഭിണിയായെങ്കിലും അത് അബോഷനായി പോയി. സജിതയെ ഇത് മാനസികമായി തളർത്തി. IVF ചികിത്സ നിർദ്ദേശിക്കപ്പെട്ടെങ്കിലും മറ്റൊരു ഡോണറുടെ ഓവം ഉപയോഗിക്കാൻ അവർക്ക് താല്പര്യമില്ലായിരുന്നു. ഇതോടെ അവർ ചികിത്സകൾ അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു. കുട്ടികളില്ലാതെയും സന്തോഷമായി ജീവിക്കാമെന്ന തിരിച്ചറിവ് ഷിജുവിന് തന്റെ ഒരു സുഹൃത്തിൽ നിന്ന് ലഭിക്കുന്നു. സജിത തന്റെ ഉപരിപഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തീരുമാനിച്ചു. എന്നാൽ എല്ലാ പ്രതീക്ഷകളും കൈവിട്ട സമയത്ത് ഒരത്ഭുതം പോലെ സജിത ഗർഭിണിയാവുകയും അവർക്കൊരു കുഞ്ഞ് പിറക്കുകയും ചെയ്യുന്നു. താൻ ഒരിക്കലും തന്റെ ഉപരിപഠനം ഉപേക്ഷിക്കില്ലെന്ന് ഉറപ്പോടെ സജിതയും ഷിജുവും സന്തോഷത്തോടെ ജീവിച്ചു.